ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായ പുതിയ പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. കാരണം അത്ര സുന്ദരമായ ഈ പ്രഭാതം സുന്ദരമാക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളും ഞാനുമാണ്. കാരണം ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് മനോഹരമാക്കിയെടുക്കാം, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ആഗ്രഹിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? ഇന്നലെ പഠിച്ച വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യമായിരുന്നു. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കുന്നവൻ ദൈവമാണ്. നമ്മുടെ ആരുടെയും കഴിവല്ലെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. നമ്മുടെ ആരുടെയും കഴിവല്ല, നമ്മെ ശക്തനാക്കുന്നത് ദൈവം മാത്രമാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഇന്ന് നാം അതുമായി ചേർന്നൊരു വചനമാണ് പഠിക്കുന്നത്. അത് ദ ലെറ്റർ ഓഫ് സെയിൻറ്റ് ജെയിംസ്, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-3 വചനങ്ങളാണ്. ദ ലെറ്റർ ഓഫ് സെയിൻറ്റ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 2 and 3. അത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് കടന്നു വരുള്ളൂ. ആ ഒരു ഭാഗം മുഴുവൻ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു, അങ്ങനെ പഠിക്കാമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ള വചനങ്ങളാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഇതൊക്കെ പഠിക്കാൻ പറ്റും. അതിങ്ങനെയാണ് പറയുന്നത്: വിവിധ പരീക്ഷകളിൽ, എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നാം ഒക്കെ വിവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രയാസങ്ങളേറിയ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം പ്രയാസമേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. മനസ്സിന് പ്രയാസമുണ്ടാകുന്ന സാഹചര്യങ്ങൾ, ഒരുപാട് ഞെരുക്കുന്ന സാഹചര്യങ്ങൾ. വചനം ഇങ്ങനെ പറയാറുണ്ട്: ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. അപ്പം ഈ ഞെരുക്കുന്ന പ്രശ്നങ്ങളിൽ, നമ്മെ വരിഞ്ഞു മുറുകുന്ന വലിയ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, അതാണ് വചനം പറയുന്നത്: എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുമെന്ന്. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു, റിജോയ്സ്. നാം വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുമെന്ന് വചനം പറയുന്നു. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുമെന്ന്. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ നിങ്ങൾക്ക് സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. Consider it all joy, my brothers, when you encounter various trials, for you know that the testing of your faith produces perseverance. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് അതിൽ സ്ഥിരത ലഭിക്കും. കുറച്ചുകൂടെ നാം സ്ഥിരതയുള്ളവരായിത്തീരും, നമ്മൾ ശക്തിയുള്ളവരായിത്തീരും. ആ പരീക്ഷകളിൽ തളർന്നു പോകാനല്ല ദൈവം നമ്മെ വിളിക്കുന്നത്. അത് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പം അതിലൊരു വലിയ ശക്തി നമുക്ക് കിട്ടും. നമുക്ക് ഈ വചനം ഒക്കെ ചേർത്ത് വേണം നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുവാനായിട്ട്. വചനത്തെ ഒന്ന് ചേർത്ത് പിടിച്ച്, ദൈവത്തെ ഒന്ന് ചേർത്ത് പിടിച്ച്, ദൈവം കൂടെയുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം? പരീക്ഷകളും പ്രയാസങ്ങളും, ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വന്നോട്ടെ, വരും, വരാതിരിക്കില്ല. ഒരു മനുഷ്യനും അതിൽ നിന്ന് എക്സംഷനൊന്നുമില്ല, വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തളർന്നു പോകാതെ നമ്മെ ശക്തിപ്പെടുത്താനായിട്ട് ദൈവവചനത്തിന് കഴിയും, ദൈവത്തിന് സാധിക്കും. ഇതൊന്ന് ചേർന്ന് നിന്നാലോ? ദൈവത്തോട് ആഗ്രഹിക്കാം. ഇന്ന് ഈ ദിവസം പ്രത്യേകമായിട്ട് അതിനുവേണ്ടി ആഗ്രഹിച്ച് മുന്നോട്ട് പോകാം.